ഒരിക്കൽ ഒരു അമ്മ ഒരു 3-4 ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള ഒരു മകനെയും കൊണ്ട് അടുക്കളയിലിരുന്ന് പണി ചെയ്യും. അമ്മ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്നൊരു കാര്യം, അമ്മ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ ഈ മകനും എന്തെങ്കിലുമൊക്കെ പാത്രം കൊടുക്കും. അതുകൊണ്ട് അമ്മയുടെ പണിയിൽ നടക്കും, അവൻ അമ്മയെ ശല്യം ചെയ്യാതെ അവനും എൻജോയ് ചെയ്ത് ഇങ്ങനെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ മോൻ പറഞ്ഞു, അയ്യോ അമ്മ, അമ്മയുടെ അടുപ്പിൽ തീ കത്തുന്നുണ്ട്, എൻ്റെ അടുപ്പിൽ തീയില്ല, അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി, നമ്മൾ ഒരു കാര്യം ചെയ്യും, ഞാൻ മോനെ ഇതൊക്കെ കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു കസേര അടുപ്പിൻ്റെ അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് അവനെ അതിൽ കയറ്റി നിർത്തി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഇവന് ഇഷ്ടമുള്ള വിഭവങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പറയുകയാണ്, ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. വലുതാകുമ്പോഴത്തേക്ക് മോൻ ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കും. ഒട്ടെന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ മകൻ്റെ മറുപടിയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്, അമ്മ വലുതാകുമ്പോൾ ഞാൻ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നേ, എനിക്ക് എൻ്റെ ഭാര്യയില്ലേ എല്ലാം ഉണ്ടാക്കി തരാൻ. അമ്മ ഈ വീട്ടിലെ ഭാര്യ, അപ്പ ഈ വീട്ടിലെ ഭർത്താവ്, അമ്മയല്ലേ അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്യുന്നത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വലുതാകുമ്പോൾ എല്ലാം അടുക്കളയിൽ കയറി ചെയ്യുന്നത്. ഈ കുഞ്ഞിന് ഭർത്താവ് എന്താ, ഭാര്യ എന്താ, ജെൻഡർ റോൾ എന്താ, ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല. കണ്ടും കേട്ടും പഠിക്കുന്നതാണ്. കണ്ടും കേട്ടും അത് വളരെയേറെ നമ്മൾ മനസ്സിലാക്കണം പേരൻസ്. കാര്യം നമ്മൾ ഈ കുഞ്ഞുങ്ങളാണല്ലോ, ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ പല അറിവുകൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ജീവിത രീതികൾ ഒക്കെ നമ്മളെ കണ്ടും കേട്ട് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. സോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ആശയങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നതെന്ന് മാതാപിതാക്കൾ ഓർക്കുക. നമ്മൾ അവർക്കൊരു നല്ല മാതൃകയായിരിക്കുക.